നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 25 ബുധൻ, കുംഭം 13 ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുന്നു. ഞാൻ ഉന്മേഷ് ശിവരാമൻ. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. ആഗോള മലയാളികളുടെ കൂട്ടായ്മ ലക്ഷ്യമിട്ടുള്ള 24 മില്യൺ മലയാളി ക്ലബ് ആപ്പ് ഇന്ന് പുറത്തിറക്കും. ആപ്പിന്റെ ഔദ്യോഗിക ലോഞ്ച് രാവിലെ 7:45 മോർണിംഗ് ഷോയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നിർവഹിക്കും. ജീവിത പ്രതിസന്ധി നേരിടുന്ന മലയാളികൾക്ക് കൈത്താങ്ങാവുക ലക്ഷ്യമിട്ട് ആഗോളതലത്തിൽ 10 ലക്ഷം മലയാളികളുടെ കൂട്ടായ്മയാണ് രൂപീകരിക്കുക. പിന്നീട് ഇത് 1 കോടിയായി ഉയർത്തും. 24ന്റെ 7ാം വാർഷിക ദിനത്തിലാണ് മില്യൺ മലയാളി ക്ലബിന്റെ പ്രഖ്യാപനം ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തിയത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പരസ്പരം എപ്പോൾ വേണമെങ്കിലും ആശയവിനിമയം നടത്താൻ കഴിയുന്ന സാങ്കേതിക സൗകര്യം MMCയിൽ ഉണ്ടാകും. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ. 24 ബ്രേക്കിംഗ്. ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയുടെ കെട്ടിടം അപകടാവസ്ഥയിലായിട്ടും പൊളിക്കാൻ നടപടിയില്ല. 70 വർഷം പഴക്കമുള്ള കെട്ടിടം അൺഫിറ്റാണെന്ന് ജില്ലാ പഞ്ചായത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നത്. കെട്ടിടം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി അധികൃതർ ജില്ലാ പഞ്ചായത്തിന് കത്തും നൽകിയിരുന്നു. ഈ കെട്ടിടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 3-4 വർഷക്കാലമായി കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. എന്നാൽ കെട്ടിടം മെയിൻ്റെനൻസ് ചെയ്യുന്നതിനോ ഇല്ലെങ്കിൽ ഇത് പൊളിച്ചു മാറ്റുന്നതിനോ തയ്യാറാകുന്നില്ല. ഈ കെട്ടിടം പൊളിച്ചു മാറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഈ കെട്ടിടം അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ് ഒരു എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് നൽകണം. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇത് കിട്ടിയിട്ടില്ല. ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ടുണ്ടല്ലോ അത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഇത് ചെയ്യുന്നില്ല. വിവരങ്ങളുമായി ഇപ്പോൾ രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, നേരത്തെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ അപകടാവസ്ഥയിലായ കെട്ടിടം സംബന്ധിച്ച വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ്, റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാകാത്തത് രാഹുൽ? ഉന്മേഷ്, 100 കണക്കിന് രോഗികൾ എത്തുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം ആളുകൾ എത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് തൊടുപുഴ ജില്ലാ ആശുപത്രി. അവിടെയാണ് ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ 70 വർഷം പഴക്കമുള്ളൊരു കെട്ടിടം ഇങ്ങനെ നിൽക്കുന്നത്. നിലവിൽ അത് പ്രവർത്തിക്കുന്നില്ല. അവിടെ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നില്ല. 4 മാസമായിട്ട് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. പക്ഷേ അതിന് സമീപത്തൊക്കെ ആളുകൾ പോയി നിൽക്കുന്നതാണ്. മാത്രമല്ല ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനുള്ളിലേക്ക് ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഒരു കയർ കെട്ടി മാത്രമാണ് അവിടെ തടസ്സം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ കയർ കൊണ്ടൊന്നും ഒരു അപകടത്തെ ഒഴിവാക്കാൻ കഴിയുന്നതാണെന്ന് ഒരിക്കലും കരുതുന്നില്ല. അതുതന്നെയാണ് അബ്ബാസ് എന്ന് പറയുന്ന ആളിപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് പൊളിച്ചു മാറ്റണമെന്ന് ആശുപത്രി അധികൃതർ ജില്ലാ പഞ്ചായത്തിന് 1 മാസം മുമ്പ് നോട്ടീസ് നൽകിയതാണ്. പക്ഷേ ഈ കെട്ടിടം അൺഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തൽ ഇതുവരെ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായിട്ടുള്ള ഇടപെടലുണ്ടായി ഈ കെട്ടിടം പൊളിച്ചു മാറ്റിയില്ല എങ്കിൽ വലിയ അപകടം ഉണ്ടാകുമെന്നുള്ളതാണ് നാട്ടുകാർ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടെന്നുള്ള ആരോപണം കൂടി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ ഈ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്ന് ആശുപത്രി അധികൃതരും പറഞ്ഞിട്ടുണ്ട്. അപകടം ഉണ്ടാകുന്നതിന് മുമ്പേ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ അത് വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടലാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ജില്ലാ ആശുപത്രി ആയതുകൊണ്ട് തന്നെ അതിന്റെ നടത്തിപ്പും അതിന്റെ ഉത്തരവാദിത്വവും പൂർണ്ണമായിട്ടും ജില്ലാ പഞ്ചായത്തിനാണ്. അതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം ആശുപത്രി അധികൃതർ പറയുകയും ചെയ്യുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ. സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. വാഹനാപകടത്തിൽ മരിച്ച കിളിമാനൂർ സ്വദേശി ജിജിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഹൃദയം, കരൾ, വൃക്കകൾ, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, വിവരങ്ങൾ. ഉന്മേഷ, സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം, മരണാനന്തര അവയവദാനത്തിന്റെ മാതൃക തീർക്കുകയാണ്. അതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെയാണ് കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള ജിജിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. ജിജിനും സുഹൃത്തും കഴിഞ്ഞ ദിവസം ബൈക്കിൽ പോകുമ്പോൾ പിറകിൽ കാർ വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഗുരുതരമായി പരിക്കേൽക്കുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. പിന്നീട് കേസെടുത്ത അധികൃതർ അടക്കം ഇവരുടെ ജിജിന്റെ ബന്ധുക്കളുമായി ബന്ധപ്പെടുകയും അവയവദാനത്തിന് സമ്മതം മൂളുകയുമായിരുന്നു. അങ്ങനെ ഇന്ന് ഈ വിവിധ ആശുപത്രികളിലായി ഈ അവയവദാനം ശസ്ത്രക്രിയ നടക്കും. അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് കേസോട്ടോ അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നത്. അതിൽ ഹൃദയം, കരൾ, 2 വൃക്കകൾ, കോർണിയ എന്നിവയാണ് ദാനം ചെയ്യുന്നത്. അതിൽ
ഹൃദയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ഹൃദയം, കരൾ, വൃക്ക എന്നിവ കിംസ് ആശുപത്രിയിലേക്കും മറ്റൊരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോർണിയ കണ്ണാശുപത്രിയിലേക്കും കൊണ്ടുപോകുമെന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് അറിയുന്നത്. അതിൽ കുടുംബമടക്കം പ്രതികരിക്കുന്നത് നേരത്തെ തന്നെ ജിജിന് ഇത്തരത്തിൽ ഒരു താല്പര്യമുണ്ടായിരുന്നു, അവയവദാനം ചെയ്യാൻ അത്തരം സമ്മതമടക്കം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇന്ന് തന്നെ ഈ വിവിധ ആശുപത്രികളിലായി ഈ ശസ്ത്രക്രിയ നടക്കുമെന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. ഇതിൽ കുടുംബത്തിന്റെ അടക്കം പ്രതികരണം ലഭിക്കാനുമുണ്ട്. ഉന്മേഷ്. ശരി, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി, കൊച്ചിയിൽ നിന്ന് ലിഡിയ, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ്, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ ചേരും. ആദ്യം നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് മേഘന? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച ആലോചനകളിലേക്ക് മുന്നണികൾ കടന്നു കഴിഞ്ഞു. ഇന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അതിലും പ്രധാനമായും ജില്ലയിലെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യങ്ങളടക്കം സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കണമോ എന്നുള്ള കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ CPIM മത്സരിക്കുന്ന ജില്ലയിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാനാണ് നേതൃത്വത്തിൽ ധാരണ. അതുപോലെ തന്നെ വർക്കല MLA കൂടിയായ ജില്ലാ സെക്രട്ടറി B. ടോയിയെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന കാര്യത്തിലും പാർട്ടിയിൽ ആശയക്കുഴപ്പമുണ്ട്. അതുപോലെ MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാണ് ഇന്ന് ജില്ലാ സെക്രട്ടറിയേറ്റ് ചേരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് വിജയിച്ച ഈ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ കൂടി ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അറിയുന്നത്. അതിൽ ഈ CPIM തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുത്തേക്കുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ്. അതിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു. ഇന്നലെ അടക്കം നിയമസഭയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. അതിൽ കൂടുതൽ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ തന്ത്രിയുടെ അറസ്റ്റ് അത് അനാവശ്യമായിരുന്നു എന്നുള്ള കാര്യം കൂടി BJPയും കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഈ തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള N. വിജയകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിലുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുന്നത്. അറസ്റ്റായി 90 ദിവസമാവാത്തത് കൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യം ലഭിക്കാനിടയില്ല. അതുപോലെ തന്നെയാണ് KTMCTA സമരം. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനമടക്കം പ്രതിസന്ധിയിലാക്കിയതാണ്. ഇന്ന് സമരം തുടരുകയാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച മന്ത്രിതലത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അടക്കമുള്ളവർ ചർച്ച നടത്തും. അതിനുശേഷം ഡോക്ടർമാരെ ഒരു വിവരം അറിയിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിൽ ശമ്പള കുടിശ്ശിക 2016 മുതലുള്ളത് ലഭിക്കണമെന്നുള്ളതാണ് ഡോക്ടർമാരുടെ ആവശ്യം. അത് ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടേക്കാണ് നിഖിൽ പ്രമേഷാണ് ചേരുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ കോഴിക്കോട് നിന്ന്? ഉന്മേഷ്, ഇന്ന് പ്രധാനമായി കഴിഞ്ഞ ദിവസമുണ്ടായ കോഴിക്കോടിനെ നടുക്കിയ ആ ദാരുണ അപകടം, വലിയങ്ങാടിയിലുണ്ടായ കെട്ടിട തകർച്ചയിൽ 16 കെട്ടിടങ്ങൾ സമാനമായ തരത്തിൽ തലയ്ക്ക് മുകളിൽ ആശങ്ക വിതച്ചുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് കോർപ്പറേഷൻ വിലയിരുത്തിയിരുന്നു. ഇനി ആ കെട്ടിടങ്ങളുടെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കുകയാണ് കോർപ്പറേഷൻ. ഇപ്പോൾ വളരെ വേഗത്തിൽ ആ നടപടികൾ പൂർത്തിയാക്കി ഇത്തരം കെട്ടിടങ്ങളിൽ ആരും തന്നെ ഒരു സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നില്ല, ആരും തന്നെ അതിൽ നിലനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. ഒരുപാടധികം പഴിയേൽക്കുകയാണ് നിലവിലത്തെ ഈ അപകടത്തിൽ. 4 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ കോർപ്പറേഷൻ. ഈ പശ്ചാത്തലത്തിലാണ് ഒഴിപ്പിക്കൽ നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കോർപ്പറേഷൻ അതിവേഗത്തിൽ കടക്കുന്നത്. ഇനി ഈ ആളുകളെ ഒഴിപ്പിച്ച ശേഷം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പൂർണ്ണമായി കെട്ടിടങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും അത്തരം ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് നഗരത്തിൽ മാത്രം ഈ കോർപ്പറേഷൻ പരിധിയിൽ ഏതാണ്ട് 16ഓളം കെട്ടിടങ്ങൾ അത്തരത്തിലുണ്ട് എന്നുള്ളതാണ് കോർപ്പറേഷൻ വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവ സ്ഥലത്ത് സന്ദർശിച്ച് സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ സിറ്റിംഗ് മാർച്ചിലാണ് നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ, കോയ എന്ന ആൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് കാലിലാണ് പരിക്കുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ഇന്ന് കോഴിക്കോട് നിന്ന് പ്രതീക്ഷിക്കുന്നത്, നമുക്കറിയാം സർക്കാർ ഡോക്ടർമാരുടെ സമരം അത് വളരെ രൂക്ഷമായി തുടരുകയാണ്. ഇത് 10ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ കടുത്ത ആശങ്കയും കടുത്ത പ്രതിസന്ധിയും അത് മലബാറിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കൂടുതൽ ആളുകൾ ഈ സർക്കാർ ആശുപത്രി, പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നതാണ്. ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാകില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇത് സൃഷ്ടിക്കുന്നുണ്ട്. 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അല്പം കൂടി സമരത്തിന്റെ തീവ്രത കടുപ്പിക്കുമെന്നുള്ളതാണ് KGMCTA അടക്കം വ്യക്തമാക്കുന്നത്. ഉന്മേഷ്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.
ഇറാൻ അമേരിക്ക മൂന്നാം ഘട്ട ആണവ ചർച്ച നാളെ ജനീവയിൽ. ഇറാനെ ലക്ഷ്യം വെച്ചുള്ള ഏതൊരു പ്രകോപനവും അമേരിക്കയെ സംബന്ധിച്ച് കൈവിട്ടുള്ള കളിയായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ ഉപമന്ത്രി മജീദ് തക്തി റവാഞ്ചി. ഇറാന്റെ രാസായുധ പദ്ധതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് അമേരിക്ക. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ മധു? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇറാൻ വിദേശകാര്യ മന്ത്രി സയ്യിദ് അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കിയിരിക്കുന്നത് ജനീവയിൽ നാളെ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ ഇറാൻ വളരെ സജീവമായി പങ്കെടുക്കുമെന്നാണ്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു കരാറിലെത്തുവാൻ ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഒരു സാഹചര്യത്തിലും തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. നയതന്ത്രത്തിന് മുൻഗണന നൽകിയാൽ ഒരു കരാർ വളരെ വേഗത്തിൽ സാധ്യമാകുമെന്നുള്ളൊരു വിശ്വാസമാണ് അറാഗ്ചി വെച്ചു പുലർത്തുന്നത്. അതേസമയം ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ അമേരിക്ക അവസാനിപ്പിക്കണമെന്നുള്ള വളരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇറാന്റെ വിദേശകാര്യ ഉപമന്ത്രി മജീദ് തക്തി റവാഞ്ചിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇറാനെ ലക്ഷ്യം വെച്ചുള്ള ഏതൊരു പ്രകോപനവും അമേരിക്കയെ സംബന്ധിച്ച് കൈവിട്ടുള്ള കളിയായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ആണവായുധ പദ്ധതികൾക്ക് പുറമെ അവർക്ക് ഒരുപാട് രാസായുധ പദ്ധതികളുണ്ട്. അതിപ്പോൾ അമേരിക്കയുടെ നിരീക്ഷണത്തിലാണ്. ഇറാനെ ആക്രമിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ഒരു വാർത്ത, അതായത് അമേരിക്കയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ വന്നതായിട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇതിനെ എതിർത്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുണ്ട്. ഇറാനെതിരെ യുദ്ധം വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒന്നാണെന്ന് ജനറൽ കെയ്ൻ വിശ്വസിക്കുന്നെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ വലിയ അപകട സാധ്യതയുണ്ടെന്നുള്ള കെയ്ന്റെ ഈ റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വന്നത് ട്രംപ് തള്ളിക്കളയുകയും ചെയ്തിരിക്കുകയാണ്. ഒരു യുദ്ധമുണ്ടായാൽ അത് വളരെ എളുപ്പത്തിൽ നടക്കും. തന്നെയുമല്ല, ജനറൽ കെയ്ൻ ആയിരിക്കും ഈ യുദ്ധം നയിക്കുക. എന്നാൽ ജനറൽ കെയ്ൻ മറ്റുള്ളവരെ പോലെ ഒരു യുദ്ധം കാണുവാൻ താല്പര്യമില്ല എന്നും കൂടെ ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഡൽഹിയിലേക്കാണ് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ രാജ്യ തലസ്ഥാനത്ത് നിന്ന്? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം ആരംഭിക്കുകയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ എത്തുന്നത്. ഇസ്രായേൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള ഉന്നത നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കൂടാതെ ഇസ്രായേൽ പാർലമെന്റിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ അവസരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും. ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലുള്ള ഇന്ത്യൻ വംശജരുമായും അദ്ദേഹം സംവദിക്കും. ഈ സന്ദർശനത്തിനിടെ തന്നെ നിർണായകമായ ചില കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം എന്നുള്ളത് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്രായേലിൽ നിന്നും പ്രതിരോധ സംവിധാനങ്ങൾ, പ്രധാനമായും ഡ്രോൺ വേദ സംവിധാനങ്ങളും റോക്കറ്റ് വേദ സംവിധാനങ്ങൾ അടക്കമുള്ളവ വാങ്ങുന്നതിനായുള്ള കരാറുകളിൽ ഈ ഒരു സന്ദർശനത്തിനിടെ ഒപ്പുവെക്കുമെന്നാണ് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലെ സാങ്കേതിക മേഖലകളിലും വ്യാവസായിക മേഖലയിലുമുള്ള സഹകരണം സംബന്ധിച്ചുള്ള നിർണായകമായ കരാറുകളിലും ഈ ഒരു സന്ദർശനത്തിനിടെ ഒപ്പുവെക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കെയാണ്. CPIയുടെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാവുകയാണ്. ഇന്ന് നാഷണൽ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. പ്രധാനമായും കേരളം, തമിഴ്നാട്, പുതുച്ചേരി, അസം, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ, അതിൽ ഇളവുകൾ ആവശ്യമാണോ എന്ന കാര്യത്തിലുള്ള തീരുമാനം, ഇതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുക തുടങ്ങിയവയാണ് ഈ ഒരു യോഗങ്ങളുടെ പ്രധാന അജണ്ട എന്നുള്ളത്. ഇതോടൊപ്പം തന്നെ US-ഉമായുള്ള വ്യാപാര കരാർ സംബന്ധിച്ച് ഇതിനെതിരായ പ്രതിരോധം ഏത് തരത്തിൽ ശക്തമാക്കണം രാജ്യവ്യാപകമായി എന്നും ഇതിനായുള്ള സമരപരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യത്തിലും ഇന്ന് ചേരുന്ന ദേശീയ സെക്രട്ടേറിയറ്റും നാളെ നടക്കുന്ന ദേശീയ എക്സിക്യൂട്ടീവും തീരുമാനമെടുക്കും. ഉന്മേഷ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോഴിക്കോട് നിന്നൊരു അപകട വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് ഫറൂഖിൽ KSRTC ബസ് ചരക്ക് ലോറിയുടെ പിന്നിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ യാത്രക്കാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ നൽകും. നിഖിൽ, വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കൽപ്പറ്റയിലേക്ക് പോകുന്ന KSRTC ബസ് ഫറോക്ക് പേട്ടയിൽ വെച്ച് കാലിത്തീറ്റയുമായി ഒരേ ദിശയിൽ പോവുകയായിരുന്ന ചരക്ക് ലോറിയിൽ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. 3 പേർക്കാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുള്ളത്. ഒരു യാത്രക്കാരിയുടെ മൂക്കിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉന്മേഷ്. ശരി.
ഡൽഹിയിൽ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ അഭിഭാഷകന്റെ വാഹനത്തിന് നേരെ വെടിവെപ്പ്. അഡ്വക്കേറ്റ് ദീപക് ഖത്രിക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായത്. ബൈക്കിലെത്തിയ 3 അക്രമികളാണ് വെടിയുതിർത്തത്. ബൽറാം നെടുങ്ങാടി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇത് എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്നലെ രാത്രി 10:30 ഈ സംഭവം ഉണ്ടായത്. ഡൽഹിയിലെ തിരക്കേറിയ പ്രദേശമായ കശ്മീരി ഗേറ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന ഒരു സിയാസ് കാറിന് നേരെയാണ് വെടിവെപ്പ് ഉണ്ടായിരുന്നത്. 5 പേരായിരുന്നു ഈ കാറിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിൽ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ അഭിഭാഷകൻ ദീപക് ഖത്രി അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. ഒരു NGOയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവർ ഈ പ്രദേശത്തെത്തിയത് എന്നാണ് പിന്നീട് പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഇവർ ഈ വാഹനത്തിലിരിക്കെ പുറകിൽ നിന്നും എത്തിയ ഒരു സ്കൂട്ടറിലെത്തിയ 3 അക്രമികളിൽ ഒരാളായിരുന്നു ഈ വാഹനത്തിന് നേരെ തുടർച്ചയായി വെടിയുതിർത്തത്. ഈ വെടിവെപ്പിൽ വാഹനത്തിലുണ്ടായിരുന്ന സന്ദീപ് എന്നയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ ഈ NGOയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നയാളാണ്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ പോലീസ് എത്തിയപ്പോഴാണ് താൻ ലോറൻസ് ബിഷ്ണോയുടെ അഭിഭാഷകനാണ് എന്ന ദീപക് വെളിപ്പെടുത്തിയത്. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ലോറൻസ് ബിഷ്ണോയുടെ കേസുകളിൽ ഹാജരായിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. സംഭവം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ഇനി കായിക വാർത്തകൾ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ റയൽ മാഡ്രിഡും PSG ഇന്ന് കളത്തിൽ. യുവന്റസ്, ബൊറൂസിയ ടീമുകൾക്കും മത്സരമുണ്ട്. വംശീയാധിക്ഷേപ ആരോപണത്തിൽ കലങ്ങിമറിഞ്ഞ 1-ാം പാദത്തിന് ശേഷം റയൽ മാഡ്രിഡും ബെൻഫിക്കയും പ്രീ ക്വാർട്ടർ പ്ലേ ഓഫ് 2-ാം പാദത്തിൽ ഇന്ന് മുഖാമുഖം. റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ താരം വിനീഷ്യസ് ജൂനിയറിനെ ബെൻഫിക്കയുടെ അർജന്റീന താരം ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനി കുരങ്ങനെന്ന് അധിക്ഷേപിച്ചെന്നാണ് പരാതി. റയലിന്റെ പരാതിയിൽ പ്രസ്റ്റിയാനിയെ ഇന്നത്തെ മത്സരത്തിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് യുവേഫ. അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ബെൻഫിക്ക താരത്തെ കാത്തിരിക്കുന്നത് 10 മത്സരങ്ങളിൽ വരെ വിലക്ക്. അതേസമയം ആരോപണം നിഷേധിച്ച പ്രസ്റ്റിയാനി വിനീഷ്യസിനും കിലിയൻ എംബാപ്പയ്ക്കുമെതിരെ മാനനഷ്ടത്തിന് കോടതിയെയും സമീപിച്ചിരിക്കുകയാണ്. കലാപ കലുഷിതമായ സാഹചര്യത്തിൽ റയലിന്റെ തട്ടകമായ സാന്റിയാഗോ ബെർണബ്യൂവിലാണ് മത്സരം. ആദ്യപാദത്തിൽ വിനീഷ്യസ് നേടിയ ഒറ്റ ഗോളിന് ജയിച്ച റയൽ ലീഡ് നിലനിർത്തി അവസാന 16-ൽ ഇടം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ്. അതേസമയം ലീഗ് റൗണ്ടിൽ നേടിയ 4-2 ജയം പോലെ വമ്പനൊരു തിരിച്ചടിയാണ് ബെൻഫിക്ക ഉന്നമിടുന്നത്. ആദ്യപാദത്തിൽ മൊണാക്കോക്കെതിരെ നേടിയ 3-2 ജയം ആവർത്തിക്കാൻ നിലവിലെ ചാമ്പ്യന്മാരായ PSG-യും കളത്തിലെത്തും. ഗലാറ്റ്സറയ്ക്കെതിരെ 5-2 ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങിയ യുവന്റസിന് 4 ഗോൾ ജയം വേണം ചാമ്പ്യൻസ് ലീഗിൽ ജീവൻ നിലനിർത്താൻ. ഈ 3 മത്സരങ്ങളും രാത്രി 1:30-ക്കാണ്. അറ്റ്ലാന്റയ്ക്കെതിരെ 2 ഗോൾ ലീഡുമായി എത്തുന്ന ബൊറൂസിയയുടെ മത്സരം രാത്രി 11:15 നടക്കും. സ്പോർട്സ് ഡെസ്ക് 24. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കൊല്ലം പുത്തൂർ ചെറുപൊയ്ക സ്വദേശി രഞ്ജു രവി. മജ്ജയിൽ അർബുദം ബാധിച്ച രഞ്ജുവിന് മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴി. 4-ാം ക്ലാസ്സുകാരനായ മകൻ അമ്മയ്ക്ക് മജ്ജ നൽകാൻ തയ്യാറാണ്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബം. തീരാവേദന തുടങ്ങിയിട്ട് 4 വർഷമായി. വയറുവേദന അസഹ്യമായതോടെയാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് മജ്ജയിൽ ക്യാൻസർ ബാധിച്ച വിവരം അറിയുന്നത്. 2021 മുതൽ എനിക്ക് സുഖമില്ലാതായി. അത് വയറുവേദനയായിരുന്നു തുടക്കം. അങ്ങനെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് എന്നെ തിരുവല്ല ബിലേവീസിലോട്ട് വിടുകയും ചെയ്തു. അവിടെ ബോൺമാരോ ചെയ്തപ്പോൾ മജ്ജ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. ഇക്കഴിഞ്ഞ 21-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പം മജ്ജ മാറ്റാതെ വേറെ നിവൃത്തിയില്ലെന്ന് പറഞ്ഞു. മജ്ജ നൽകാൻ ആരും തയ്യാറാകാതെ വന്നതോടെ രഞ്ജുവിന് പ്രതീക്ഷ അസ്തമിച്ചു. പക്ഷേ അമ്മയ്ക്കായി മജ്ജ നൽകാൻ 4-ാം ക്ലാസ്സുകാരനായ മകൻ ശ്രീരാഗ് തയ്യാറായി. കുത്തിവെപ്പ് പോലും പേടിയുള്ള ശ്രീരാഗ് അമ്മയ്ക്കായി മജ്ജ നൽകാൻ നിർബന്ധം പിടിച്ചു. ഒടുവിൽ ഡോക്ടേഴ്സും സമ്മതം നൽകി. ഞാൻ വെളിയിറങ്ങി നോക്കിയപ്പോൾ അമ്മ കരയായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അതുകൊണ്ട് എനിക്കാരും തരാനില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരാം, അമ്മ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അമ്മൂമ്മയോട് പറഞ്ഞു. അവനവിടെ മുന്നിട്ട് ഇറങ്ങിയേക്കുന്നത് അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അവൻ്റെ ഉറപ്പിലാണ് അവരുടെ അമ്മ സർജറിക്ക് ഇപ്പോൾ തയ്യാറായേക്കുന്നത്. അപ്പോൾ ആ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ 50% ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്.
തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുകയാണ് പുത്തൂർ ചെറുപൊയ്ക സ്വദേശി രഞ്ജു. കൂലിപ്പണിക്കാരനായ ഭർത്താവ് രാമചന്ദ്രന്റെ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. രഞ്ജുവിൻ്റെ ചികിത്സയ്ക്ക് ഈ നാട് ഒന്നാകെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 50 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ഇതിൻ്റെ ഓപ്പറേഷൻ തുടർന്നുള്ള ചികിത്സാ നടപടികൾ ആരംഭിക്കാൻ പറ്റൂ. 50 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരിക. ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബം. ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറെടുത്ത് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ NV പ്രകൃതി. പണിയ വിഭാഗത്തിൽ നിന്നുള്ള പ്രകൃതിയുടെ പേര് ജില്ലാ കമ്മിറ്റി ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. സുൽത്താൻ ബത്തേരി നൂൽപ്പുഴ സ്വദേശിയായ NV പ്രകൃതി പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ട്രാൻസ്ജെൻഡറാണ്. ചെട്ടിയാലത്തൂർ സ്കൂളിൽ അധ്യാപികയായ ഈ 26-കാരി തൃപ്പൂണിത്തുറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബിരുദ പഠനകാലത്തും സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്നു. പല ഘട്ടങ്ങളിലും അവഗണിക്കപ്പെടുന്ന തന്റെ വിഭാഗത്തെ മുൻനിരയിലേക്ക് എത്തിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രകൃതി 24-നോട് പറഞ്ഞു. വയനാട് ജില്ല അതിദരിദ്ര വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുമ്പോൾ വിദ്യാഭ്യാസം കൊണ്ടും സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുന്ന തൊഴിലിടങ്ങളിൽ ഒരവസരങ്ങൾ ലഭിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ ജനതയെ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കണതല്ല, അതിലുപരിയായിട്ട് വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ വിഷയങ്ങളെല്ലാം നമ്മൾ കീറിമുറിച്ചെല്ലാം പരിശോധിച്ച് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുക തന്നെ നമ്മൾ ചെയ്യും. അതിപ്പോൾ എന്തായാലും നമ്മളെക്കൊണ്ട് സാധിക്കില്ല, വൈകാതെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാവും. കവി കൂടിയായ പ്രകൃതിയുടെ രാഷ്ട്രീയ പ്രവേശത്തിന് കുടുംബവും ഒപ്പമുണ്ട്. മറ്റു മുന്നണികളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെ ആം ആദ്മി ദേശീയ നേതൃത്വം സമ്മതം മൂളിയാൽ വയനാട് ജില്ലയിൽ പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ മുന്നണി സ്ഥാനാർത്ഥിയായേക്കും പ്രകൃതി. സ്വന്തം ഊരുകളിലേക്കൊക്കെ വേണ്ട വികസനങ്ങളൊക്കെ എത്തിക്കും എന്നും കൂടിയാണ് NV പ്രകൃതി വ്യക്തമാക്കുന്നത്. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. കർണാടക കോൺഗ്രസിലെ തർക്കത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന നേതാക്കൾ. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ മന്ത്രിസഭ പുനഃസംഘടന എന്ന ആവശ്യം കൂടി ഉയർന്നതോടെയാണ് മുതിർന്ന നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. പുതുതായി തെരഞ്ഞെടുത്ത MLA-മാരിൽ 5 പേരെ മന്ത്രിസഭയിൽ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് 31 MLA-മാർ ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടുണ്ട്. അധികാര തർക്കത്തിനിടെ നാളെ DK ശിവകുമാർ ഡൽഹിക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പിന് 2 വർഷം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണമെന്നാണ് DK ശിവകുമാറിന്റെ ആവശ്യം. ചാർട്ടേഡ് വിമാനങ്ങളും എയർ ആംബുലൻസുകളും ഉൾപ്പെടെയുള്ള സ്വകാര്യ നോൺ ഷെഡ്യൂൾ വിമാന ഓപ്പറേറ്റർമാർക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി DGCA. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് വിമാനം റദ്ദാക്കാനോ ഗതി മാറ്റാനോ പൈലറ്റ് ഇൻ കമാൻഡിന് പൂർണ്ണ അവകാശമുണ്ടെന്ന് DGCA അറിയിച്ചു. വാണിജ്യ താൽപര്യങ്ങളെക്കാൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് DGCA ചൂണ്ടിക്കാട്ടി. വിമാന സുരക്ഷയിൽ സീറോ ടോളറൻസ് നയം നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചാർട്ടേഡ് വിമാന ഓപ്പറേറ്റർമാർക്കിടയിൽ DGCA റാങ്കിംഗ് സംവിധാനം കൊണ്ടുവരും. ഓപ്പറേറ്റർമാർ വെബ്സൈറ്റിൽ വിമാനത്തിന്റെ പ്രായം, അറ്റകുറ്റപ്പണികളുടെ ചരിത്രം, പൈലറ്റിന്റെ പരിചയ സമ്പന്നത എന്നിവ ഉൾപ്പെടെ നിർണായക സുരക്ഷാ വിവരങ്ങൾ വെളിപ്പെടുത്തണം. ഡേറ്റയുടെ വ്യാജവൽക്കരണം കണ്ടെത്തുന്നതിന് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഓഡിറ്റുകൾ വർദ്ധിപ്പിക്കും. ഫ്ലൈറ്റ് ഡേറ്റ, ഇന്ധനരേഖകൾ, സാങ്കേതിക ലോഗുകൾ എന്നിവ തുടർച്ചയായി ക്രോസ് വെരിഫൈ ചെയ്യും. വീഴ്ച വരുത്തുന്നവർക്ക് 5 വർഷം സസ്പെൻഷൻ ഉൾപ്പെടെ കർശന ശിക്ഷാവിധികളും പ്രഖ്യാപിച്ചു. റാഞ്ചി വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടികൾ. തമിഴ്നാട്ടിലെ മുതിർന്ന CPI നേതാവ് R. നല്ലകണ്ണിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. 20 ദിവസമായി ചെന്നൈ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ കഴിയുന്ന R. നല്ലകണ്ണിനെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്നലെയാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. ഡോക്ടേഴ്സിന്റെ പ്രത്യേക സംഘമാണിപ്പോൾ ചികിത്സിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് നല്ലകണ്ണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയിരുന്നു. എറണാകുളം പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കണ്ടന്തറയിൽ പഞ്ചായത്തിന്റെ മിന്നൽ പരിശോധന. പ്രദേശത്ത് അനധികൃത നിർമ്മാണങ്ങളും സ്ഥാപനങ്ങളും വ്യാപകമെന്ന് പരിശോധനയിൽ കണ്ടെത്തി. പരാതികൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെയാണ് വെങ്ങോല, വാഴക്കുളം പഞ്ചായത്തുകളിൽപ്പെടുന്ന കണ്ടന്തറയിൽ പഞ്ചായത്തിന്റെ സംയുക്ത പരിശോധന നടന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് താമസിക്കാനും കച്ചവടം നടത്താനും നിരവധി അനധികൃത കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഇവിടെയുണ്ട് എന്ന് കണ്ടെത്തിയതായി വാഴക്കുളം പഞ്ചായത്ത് അറിയിച്ചു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുകയും സാധനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു എന്ന് പരിശോധനയിൽ വ്യക്തമായി. ഇതിനു പുറമെ അനധികൃത നിർമ്മാണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടതോടെ
കർശന നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. വാഴക്കുളം പഞ്ചായത്ത് 10-ാം വാർഡിലെ ബായ് കോളനി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിയമവിരുദ്ധമായി ഒരുപാട് ബിൽഡിങ്ങുകളും മറ്റു സാധനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബോധ്യമായി. ആയതുകൊണ്ട് തുടർ നടപടികൾ ഇനി പഞ്ചായത്ത് കമ്മിറ്റിയും മറ്റ് നിയമ നടപടികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകും. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് കണ്ടന്തറ. ലഹരി ഉപയോഗവും അനാശാസ്യ പ്രവർത്തനവും ശക്തമായതോടെ പ്രദേശവാസികളുടെ പരാതിയിൽ പോലീസ് ഇടപെടലും സ്ഥലത്തുണ്ടായിരുന്നു. ക്രമസമാധാന പ്രശ്നങ്ങൾ രൂക്ഷമാകാതിരിക്കാനുള്ള പോലീസ് നിർദ്ദേശം കണക്കിലെടുത്ത് തുടർ പരിശോധന നടത്താനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. 24 കൊച്ചി. തിരുവനന്തപുരം വെങ്ങാനൂരിൽ വൻ കഞ്ചാവ് വേട്ട. 21.5 കിലോ കഞ്ചാവുമായി ഒരു കുടുംബത്തിലെ 3 പേർ പിടിയിൽ. വെളി സ്വദേശികളായ കാർലോസ്, ഭാര്യ ബിന്ദു, അമ്മ ദമയന്തി എന്നിവരെയാണ് പിടികൂടിയത്. സൗദി അറേബ്യയിൽ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്ന ആഭ്യന്തര തീർത്ഥാടകർക്കായി രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ നുസുക് വഴി ഇന്നു മുതൽ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. സൗദിയിലെ സ്വദേശികൾക്കും താമസക്കാരായ വിദേശികൾക്കും ഈ വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കാനുള്ള സൗകര്യം നിലവിൽ വന്നു. നുസുക് ആപ്പ് വഴിയോ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അപേക്ഷകർക്ക് സ്വന്തമായി അക്കൗണ്ട് ആരംഭിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്താം. രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചെങ്കിലും ഹജ്ജ് പാക്കേജുകൾ തിരഞ്ഞെടുക്കാനും ബുക്കിംഗ് പൂർത്തിയാക്കാനുമുള്ള സൗകര്യം റമദാൻ 15 മുതലായിരിക്കും ആരംഭിക്കുക. ഈ വർഷം അപേക്ഷിക്കുന്നവരിൽ 15 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ അനുമതി നൽകുകയുള്ളൂ. ഇതുവരെ ഹജ്ജ് ചെയ്യാത്തവർക്കാണ് ആദ്യഘട്ടത്തിൽ, അതായത് ശവ്വാൽ മാസം അവസാനം വരെ മുൻഗണന ലഭിക്കുക. വിദേശികളായ താമസക്കാർക്ക് കാലാവധിയുള്ള ഇഖാമ നിർബന്ധമാണ്. ഇതിൽ തന്നെ ഇഖാമ ഇഷ്യൂ ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞവരാണെങ്കിൽ മുൻഗണന ലഭിക്കും. അംഗീകൃത സർവീസ് കമ്പനികൾ വഴി മാത്രമേ ഹജ്ജ് പാക്കേജ് ബുക്കിംഗ് നടത്താവൂ എന്നും ഫീസ് സദ്ദാദ് സംവിധാനം വഴി മാത്രമേ അടക്കാവൂ എന്നും മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യ സംബന്ധമായ നിബന്ധനകൾ പാലിക്കുന്നവർക്ക് മാത്രമേ ഹജ്ജ് പെർമിറ്റ് അനുവദിക്കുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1966 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് മന്ത്രാലയം അറിയിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാകുന്നു.